ഗൈസ്, എന്റെ ഒരു ഇന്റേൺഷിപ്പ് ടൈമിൽ ഞാൻ എന്തൊക്കെ ചെയ്തത് ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാം. 9:30 എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഓട്ടോയിൽ വെച്ചായിരിക്കും. ഞാൻ ഈ ഒരു ഇന്റേൺഷിപ്പിന് പോയതുകൊണ്ട് മുതലായത് ഓട്ടോക്കാർ കണ്ടു. അങ്ങനെ ആലുവ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു ദിവസം 7-8 പ്രാവശ്യം ഞാൻ ബസ്സിൽ കയറി ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്റെ താമസമില്ല, അപ്പൊ തന്നെ പണി. എത്തിയപ്പോ തന്നെ അക്ഷയ സെന്ററിൽ പോകാൻ പറഞ്ഞു. യൂദാസ്ലിഹയുടെ പള്ളിയാണ്, എന്തുവാണെങ്കിലും പ്രാർത്ഥിച്ചോട്ടോ. കൂടുതലും ഔട്ട്ഡോർ ആയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും കിട്ടുന്നത്. എന്തൊരു വെയിലാണ്, വേർത്ത് കുളിച്ച്. എനർജിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇനിയും പോവണ്ടേ, എന്നെക്കാളും മുടി ഉണ്ടായിരുന്നു. അടുത്ത് നമുക്ക് പോകേണ്ടത് ആലുവ താലൂക്ക് ഹോസ്പിറ്റൽ. ആഴ്ചയിൽ 6 ദിവസം വർക്ക് ഉണ്ടെങ്കിലും 4 ദിവസം ഞാൻ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. സെക്യൂരിറ്റി ടീച്ചറിനൊക്കെ അബി ചങ്കായി. ഇപ്പോ കുട്ടികളുടെ ഡോക്യുമെന്റ്സും കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് SOSലെത്തിയപ്പം ഒരു 1-1.5 കഴിഞ്ഞു. കഷ്ടപ്പെട്ട നേരത്തെ എണീറ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണ്ടേ. ഇത് എന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടിയാണ് അമൃത. അന്ന് ഞാനും അവളും മാത്രമുള്ള കാരണം പട്ടിപ്പണിയായിരുന്നു. SOSലെ 100 above കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും 3 ഫയൽ ഉണ്ട്. ഓരോ ദിവസം 10-15 പ്രാവശ്യമെങ്കിലും അവരുടെ ഫയൽ എടുക്കും. അതൊക്കെ അടുക്കി പെറുക്കി വെക്കണം. ഉച്ച കഴിഞ്ഞ ഓഫീസ് വർക്ക് ആയിരുന്നു കൂടുതലും. ഡോക്യുമെന്റേഷൻ വർക്ക് ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഓഫീസിൽ കുറെ വർക്ക്സ് ഉണ്ടാകും. അതൊക്കെ സിമ്പിൾ. സ്കൂളിൽ പോവുക, ഹോസ്പിറ്റലിൽ പോവുക, CWC ഓഫീസിൽ പോവുക, അക്ഷയ സെന്ററിൽ പോവുക, ബാങ്കിൽ പോവുക, ഇതൊക്കെയായിരുന്നു എന്റെ മെയിൻ വർക്ക്.